എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് വേണം എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരുപാട് കമ്പനികൾ, 10-25 കമ്പനികളുണ്ട്. അതിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. 10 പ്രൊഡക്റ്റ് വെച്ച് കൂടിയാൽ തന്നെ 10-250 പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ ഏത് എനിക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല, ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഫീച്ചേഴ്സ് ഉള്ള 6 കമ്പനികളുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സിന്റെ കമ്പാരിസൺ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ കമ്പാരിസൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഫീച്ചറിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്നത് HDFC ERGOയുടെ ഓപ്റ്റിമ സെക്യൂർ, ടാറ്റ AAGയുടെ മെഡിക്കെയർ പ്രീമിയർ, ആദിത്യ ബിർലയുടെ ആക്റ്റീവ് 1 പ്ലാൻ, നിവാബൂപ്പയുടെ റീഅഷർ 2.0, സ്റ്റാർ ഹെൽത്തിന്റെ ഹെൽത്ത് അഷ്യൂർ, കെയർ ഹെൽത്തിന്റെ സുപ്രീം എന്ന പ്ലാൻ എന്നീ 6 പ്ലാനുകളുടെ ഒരു കമ്പാരിസൺ ആണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോകളുടെ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഒരു പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ആ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ വീഡിയോ കാണുക. ഈ കമ്പാരിസൺ മുഴുവൻ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഈ 6 കമ്പനികളുടെ കമ്പാരിസൺ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. എത്ര ക്ലെയിം വന്നു, കമ്പനിക്ക് എത്ര ക്ലെയിം കൊടുത്തു എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതിൽ HDFC ERGO ഓപ്റ്റിമ സെക്യൂർഡാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. 99%, 100 ക്ലെയിം വന്നാൽ 99 ക്ലെയിം കൊടുത്തു എന്നാണ് അർത്ഥമാക്കുന്നത്. ടാറ്റ AG 96%, ആദിത്യ ബിർല 96%, നിവാബൂപ്പ 91%, സ്റ്റാർ ഹെൽത്ത് 81%, കെയർ ഹെൽത്ത് 87%. ഇങ്ങനെയാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നിൽക്കുന്നത്. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് വെച്ചാൽ 100 രൂപ കമ്പനി പ്രീമിയം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ക്ലെയിമിനായി കൊടുത്തു എന്നുള്ളതാണ്. അതൊരു 60-നും 90-നും ഇടയ്ക്ക് ഉള്ള കമ്പനീസാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. കാരണം 60-ന് താഴെയാണെങ്കിൽ കമ്പനി വളരെ സ്ട്രിഞ്ചന്റ് ക്ലെയിം പ്രോസസ്സാണ്, അധികം ക്ലെയിം കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് അർത്ഥമാക്കുന്നത്. 90-ന് മുകളിലാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അതായത് 100 രൂപ പ്രീമിയം കളക്ട് ചെയ്തിട്ട് 95 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ HDFC ERGOയ്ക്ക് 79%, ടാറ്റ AGക്ക് 78.33, ആദിത്യ ബിർലയ്ക്ക് 64.68%, നിവാബൂപ്പയ്ക്ക് 54.05, സ്റ്റാർ ഹെൽത്തിന് 65%, കെയർ ഹെൽത്തിന് 53.82%. ഇങ്ങനെയാണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ നിൽക്കുന്നത്. സോൾവൻസി റേഷ്യോ എന്ന് വെച്ചാൽ 1 രൂപ ലയബിലിറ്റിക്ക് എത്ര രൂപ അസറ്റ് കമ്പനിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. സോൾവൻസി റേഷ്യോ 1.5 എങ്കിലും മിനിമം വേണമെന്നാണ് IRDAയുടെ റൂള്. ഇതിൽ 1.68 ആണ് HDFC ERGOയുടെ കയ്യിലുള്ളത്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ടാറ്റ AG ആണ്, 1.94, ആദിത്യ ബിർല 1.73, നിവാബൂപ്പ 1.77, സ്റ്റാർ ഹെൽത്തിന് 1.88, കെയർ ഹെൽത്തിന് 1.81. ഇങ്ങനെയാണ് സോൾവൻസി റേഷ്യോ നിൽക്കുന്നത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. HDFC ERGOയ്ക്ക് 14,000+ ഹോസ്പിറ്റൽസ് ടൈപ്പ് ഉണ്ട്. ടാറ്റ AGക്ക് 10,000+, ആദിത്യ ബിർലയ്ക്ക് 11,000+, നിവാബൂപ്പയ്ക്ക് 11,000+, സ്റ്റാർ ഹെൽത്തിന് 14,000+, കെയർ ഹെൽത്തിന് 9,400+. ഇത്രയും ഹോസ്പിറ്റൽ ടൈപ്പ് ഉണ്ട്. ക്ലെയിം പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്യാഷ്ലെസ്, ഹോസ്പിറ്റലിലെ ക്യാഷ്ലെസ് ഓൺലൈൻ തന്നെയാണ്. ഇത് റീഇംബേഴ്സ്മെന്റ് ആണ്, നമ്മൾ അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ HDFC ERGOയ്ക്കും ടാറ്റയ്ക്കും ആദിത്യ ബിർലയ്ക്കും നിവാബൂപ്പയ്ക്കും ഓൺലൈൻ തന്നെയാണ്. അവരുടെ ഇമെയിൽ വഴിയോ ആപ്പ് വഴിയോ നമുക്ക് ബില്ലുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം പ്രോസസ് ചെയ്യാം. സ്റ്റാർ ഹെൽത്തിന് ഇപ്പോഴും ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് ക്ലെയിം പ്രോസസ്സ്. കെയർ ഹെൽത്തിന് ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ക്ലെയിം പ്രോസസ്സ് നടക്കുന്നു. ഇനി ഫീച്ചേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയാൽ സം അഷ്യൂർഡിൽ HDFC ERGOയ്ക്ക് 5 lakh മുതൽ 1 crore വരെയുള്ള കവറേജ് നമുക്ക് ഏതെങ്കിലും കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. ടാറ്റ AGയിലും 5 lakh മുതൽ 3 crore വരെയുള്ള കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. ആദിത്യ ബിർലയിൽ 2 lakh മുതൽ നമുക്ക് 6 crore വരെയുള്ള കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. നിവാബൂപ്പയിൽ 5 lakh മുതൽ 1 crore വരെയുള്ള കവറേജ് എടുക്കാൻ സാധിക്കും. സ്റ്റാർ ഹെൽത്തിൽ 5 lakh മുതൽ 2 crore വരെ, കെയർ ഹെൽത്തിൽ 5 lakh മുതൽ 1 crore വരെയുള്ള കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര
വയസ്സ് തൊട്ട് ഉള്ളവർക്ക് പോളിസി എടുക്കാമെന്നുള്ളതാണ്. ഇതിൽ 18 to 65 ഇയേഴ്സാണ് HDFC ERGOയിൽ. പക്ഷേ നമ്മുടെ നോമിനീസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ താഴെയാലും കുഴപ്പമില്ല. പോളിസി എടുക്കാവുന്ന പ്രപ്പോസഡ് ഏജ് ആണ് ഇത് വരുന്നത്. 18 to 65 ആണ് HDFC ERGO Optima Secure. ടാറ്റ AG മെഡിക്കെയർ പ്രീമിയറിൽ 91 days to 65 years ഉള്ളവർക്ക് പോളിസി പ്രപ്പോസൽ ആവാം. ആദിത്യ ബിർള 18 years and above, അതായത് അപ്പർ ലിമിറ്റ് ഇല്ല. നിവ ബൂപ്പ റിയഷ്വർ 2.0 18 years to 65 years ആണ്. സ്റ്റാർ ഹെൽത്തിൽ 18 years to 75 years ആണ്. കെയർ ഹെൽത്ത് സുപ്രീമിൽ 18 years and above, അപ്പർ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. പോളിസി ടെന്യൂർ നമുക്ക് 1 year, 2 year, 3 year പോളിസി ഒരുമിച്ച് എടുക്കാം. എല്ലാ പ്ലാനുകളിലും അങ്ങനെ തന്നെയാണ്. 2 year, 3 year എടുക്കാമെങ്കിൽ ലോങ് ടേം ഡിസ്കൗണ്ട് ലഭ്യമാണ്. വേരിയൻസ് HDFC ERGO Optima'യിൽ ഗ്ലോബലും ഗ്ലോബൽ പ്ലസും ഉണ്ട്. ഗ്ലോബൽ പ്ലാൻസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ ചെയ്യുന്ന ഗ്ലോബൽ പ്ലാൻസ് സെലക്ട് ചെയ്യാം. ടാറ്റ AG മെഡിക്കെയർ പ്രീമിയറിൽ പ്രീമിയർ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആദിത്യ ബിർളയിൽ മാക്സ്, വൈറ്റൽ, SVR, VIP പ്ലസ് എന്നുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ആദിത്യ ബിർളയിൽ ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, പിന്നെ സ്റ്റെൻഡ് ഇട്ടവർക്കൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് എടുക്കാവുന്ന ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. അതുപോലെ നിവ ബൂപ്പ റിയഷ്വർ 2.0 ബ്രോൺസ്, ഗോൾഡ്, പ്ലാറ്റിനം, ടൈറ്റാനിയം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാർ ഹെൽത്തിലും കെയർ ഹെൽത്തിലും ഓപ്ഷൻസ് വേറെ അവൈലബിൾ അല്ല. സിംഗിൾ ടൈപ്പ് പോളിസിയാണുള്ളത്. പിന്നെ ഫാമിലി സൈസ് HDFC ERGO Optima പ്ലാനിൽ 2 adult plus 4 children ആണ്. ടാറ്റ AG മെഡിക്കെയർ പ്രീമിയറിൽ 2 adult plus 3 kids ആണ്. ആദിത്യ ബിർളയിൽ 2 adults plus 4 kids ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വണ്ണിൽ. നിവ ബൂപ്പയിൽ 2 adults plus 4 kids ആണ്. സ്റ്റാർ ഹെൽത്തിൽ 2 adults plus 3 kids ആണ്. കെയർ ഹെൽത്തിൽ 2 adults plus 2 kids ആണ്. റൂം റെന്റ് ക്യാപ്പിംഗ് ഒരു സ്റ്റാർ ഹെൽത്തിനൊഴികെ ബാക്കി ഒരു കമ്പനിക്കും റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല. ഏത് റൂം വേണമെങ്കിലും എടുക്കാം. സ്റ്റാർ ഹെൽത്തിന് 1% ഓഫ് സബ്മർഷേഡ് ആണ് 5 lakh സബ്മർഷേഡ് ഉള്ളത്. അതായത് നമുക്ക് 5000 രൂപയുടെ റൂം വരെ 5 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഹയർ സബ്മർഷേഡ് പോകുമ്പോൾ അതിലും റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല. ഇനി ICU ലിമിറ്റ് അപ് ടു സമ്മർഷേർഡ് ആണ് എല്ലാ കമ്പനികളിലും. അതായത് സമ്മർഷേർഡ് വരെ ICU ചാർജസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കോ പേയ്മെൻറ്റ് സ്റ്റാർ ഹെൽത്തിനൊഴികെ ഒരു കമ്പനിക്കും കോ പേയ്മെൻ്റ് ഇല്ല. അതായത് കോ പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന്. അതായത് ഒരു 1 ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെക്കുന്ന ഒരു സംഭവമാണ് കോ പേയ്മെൻറ്റ്. അത് സ്റ്റാർ ഹെൽത്തിന് 61 years കഴിഞ്ഞാൽ 10% മാൻഡേറ്ററി കോ പേയ്മെൻറ്റ് ഉണ്ട് സ്റ്റാർ ഹെൽത്തിന്. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പല കമ്പനിക്കും പല രീതിയിലാണ്. നമ്മുടെ അഡ്മിഷന് മുന്നേയുള്ള 60 ദിവസവും ഡിസ്ചാർജിന് ശേഷമുള്ള 180 ദിവസവും HDFC ERGOയിൽ കവർ ആവും. ടാറ്റ AGയിൽ 60 days പ്രയർ ആൻഡ് 90 days ആഫ്റ്റർ ആണ്. പിന്നെ ആദിത്യ ബിർള ആക്റ്റീവ് വണ്ണിൽ 90 days പ്രയർ ആൻഡ് 180 days പോസ്റ്റ് ഡിസ്ചാർജ് നമുക്ക് കിട്ടും. നിവ ബൂപ്പയിൽ 60 days ആൻഡ് 180 days ആണ്. സ്റ്റാർ ഹെൽത്ത് അഷൂറിൽ 60 days ആൻഡ് 180 days ആണ്. കെയർ സുപ്രീമിൽ 60 days ആൻഡ് 180 days ആണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റും എല്ലാ കമ്പനികളും കവർ ചെയ്യുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റും. മോഡേൺ ട്രീറ്റ്മെൻറ്റ് അപ് ടു സമ്മർഷേർഡാണ് നമ്മുടെ എല്ലാ കമ്പനികളും എക്സെപ്റ്റ് നിവ ബൂപ്പ. നിവ ബൂപ്പയ്ക്ക് റിയഷ്വർ 2.0 ചില ട്രീറ്റ്മെൻറ്റിന് 1 ലക്ഷം വരെ റോബോട്ടിക് സർജറിക്ക് നമുക്ക് എമൗണ്ട് ലഭ്യമാവുകയുള്ളൂ. അടുത്ത് റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. റെസ്റ്റോറേഷൻ റീഫിൽ എന്നുള്ള രീതിയിൽ പറയും. അതായത് സമ്മർഷേർഡ് വീണ്ടും ആഡ് ചെയ്യുന്ന സംഭവമാണ് റെസ്റ്റോറേഷൻ. അത് 6 കമ്പനികളിൽ 5 എണ്ണത്തിൽ എല്ലാത്തിലും ഉണ്ട്. അതിൽ ടാറ്റ AGയിൽ മാത്രം നമ്മുടെ 1 time മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും അൺലിമിറ്റഡ് ടൈംസ് സെയിം പേഴ്സൺ സെയിം ഇൽനെസ്സിന് കിട്ടും. ടാറ്റ AGയിൽ 1 time മാത്രമേ ഉള്ളൂ. സെയിം ഇൽനെസ്സിന് കിട്ടണമെങ്കിൽ ഒരു ഡിസ്ചാർജ് കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് വീണ്ടും അത് നമുക്ക് സെയിം ഇൽനെസ്സിന് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാ കമ്പനികളിലും അൺലിമിറ്റഡ് സെയിം പേഴ്സൺ സെയിം ഇൽനെസ് ആണ്. ഡിഫറെൻറ്റ് പേഴ്സൺസിനും കിട്ടും. ആംബുലൻസ് അപ് ടു സമ്മർഷേർഡ് ആണ് HDFC ERGOയിൽ. ടാറ്റ AGയിൽ 5,000, 7,500 അപ് ടു 30,000 വരെ ആംബുലൻസ് കവറേജ് കിട്ടും. ആദിത്യ ബിർളയിലും നിവ ബൂപ്പയിലും സ്റ്റാർ ഹെൽത്തിലും അപ് ടു സമ്മർഷേർഡ് ആംബുലൻസ് യൂസ് ചെയ്യാം. കെയർ ഹെൽത്തിൽ 10,000 ബിലോ 15 lakh സമ്മർഷേർഡും എബോവ് 15 lakh സമ്മർഷേർഡിൽ അപ് ടു സമ്മർഷേർഡ് നമുക്ക് ആംബുലൻസ് യൂസ് ചെയ്യാം.
എയർ ആംബുലൻസ് HDFC എർഗോയിൽ 5 lakh പെർ ഹോസ്പിറ്റലൈസേഷനാണ്. ടാറ്റ ഏജിയിൽ 5 lakh അപ് ടു സമ്മർഷോർഡ്. നെറ്റ്വർക്ക് ഹോസ്പിറ്റലൊക്കെ അപ് ടു സമ്മർഷോർഡാണ്. ആദിത്യ ബിർളയിൽ അപ് ടു സമ്മർഷോർഡ് തന്നെയാണ്. നിവാബൂപ്പയിൽ അപ് ടു സമ്മർഷോർഡാണ്. സ്റ്റാർ ഹെൽത്തിൽ 10% ഓഫ് ബേസ് സമ്മർഷോർഡ് ആണ് എയർ ആംബുലൻസ് യൂസ് ചെയ്യാൻ പറ്റുക. കെയർ സുപ്രീമിൽ ആഡ് ഓൺ കവറായിട്ടാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് എയർ ആംബുലൻസ്. നോ ക്ലെയിം ബോണസ് ഇതിൽ HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറിൽ മാക്സിമം 100% വരെ പോകും. 50% ഒരു കൊല്ലം കൂടും, നെക്സ്റ്റ് ഇയർ 50% കൂടും. എന്തെങ്കിലും ക്ലെയിം വന്നാൽ കുറയുകയില്ല. നോ ക്ലെയിം ബോണസ് അല്ല, ഗ്യാരണ്ടീഡ് ബോണസ് തന്നെയാണ്. ക്ലെയിം വന്നാൽ കുറയുകയില്ല. ടാറ്റ ഏജിൽ 50% വെച്ച് കൂടി മാക്സിമം 100% ആകും. ആദ്യത്തെ ബിർളയിൽ 100% വെച്ച് കൂടും. അത് അങ്ങനെ 500% വർദ്ധിക്കും. അതായത് 10 ലക്ഷം രൂപയുടെ പോളിസി 5 കൊല്ലം കൊണ്ട് 60 ലക്ഷം രൂപയായി മാറും. നിവാബൂപ്പയിൽ 10 times വരെ കൂടാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ടൈറ്റാനിയം വേർഷനിലൊക്കെ 10 times വരെ സമ്മർഷോർഡ് കൂടാവുന്ന വേർഷൻ അവൈലബിൾ ആണ്. സ്റ്റാർ ഹെൽത്തിൽ 25% വെച്ചാണ് കൂടുന്നത്. ഇയർലി മാക്സിമം അപ് ടു 100% ആണ് പോകുന്നത്. കെയർ സുപ്രീമിൽ 50% ഇയർലി കൂടി മാക്സിമം 100% വരെ കൂടും. ഇതാണ് ബോണസിനെ കുറിച്ച് പറയാനുള്ളത്. ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്, അതായത് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റൂമില്ല എങ്കിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്. അപ് ടു സമ്മർഷോർഡ് എല്ലാ കമ്പനികളുടെ പ്ലാനിലും കവറേജ് ചെയ്യുന്നുണ്ട്. PD വെയിറ്റിംഗ് പീരീഡ് എല്ലാ കമ്പനികൾക്കും ഡിഫറൻ്റ് ആണ്. HDFC എർഗോക്ക് 36 മാസമാണ്. ടാറ്റ ഏജിക്ക് 24 months ആണ്. ആദിത്യ ബിർള, നിവാബൂപ്പ, സ്റ്റാർ ഹെൽത്തിന് 36 months ആണ്. കെയർ സുപ്രീമിന് 48 months ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് ഇപ്പോഴെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനുള്ള വെയിറ്റിംഗ് പീരീഡാണ് PED വെയിറ്റിംഗ്. അടുത്ത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെയാണ്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറിൽ 500 per lakh സമ്മർഷോർഡിനാണ്. മാക്സിമം അപ് ടു 15,000 rupees വരെ നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് കിട്ടും. ടാറ്റ ഏജിയിലാണെങ്കിൽ 1% സമ്മർഷോർഡാണ്. മാക്സിമം 25,000 per പോളിസി ഇയർ കിട്ടും. ആദിത്യ ബിർള ആക്റ്റീവ് വണ്ണിലാണെങ്കിൽ ആസ് പെർ ലിസ്റ്റ് ആണ്, ക്യാഷ്ലെസ് മാത്രമേ ഉള്ളൂ. റീഇംബേഴ്സ്മെന്റ്, അതായത് ബില്ല് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറ്റില്ല. നിവാബൂപ്പയിൽ 500 per lakh ആണ്, മാക്സിമം അപ് ടു 10,000 rupees. സ്റ്റാർ ഹെൽത്തിൽ ആസ് പെർ സമ്മർഷോർഡ് വൺസ് ഇൻ എ ഇയർ 1,500 to 15,000. കെയർ ഹെൽത്തിൽ ആഡ് ഓൺ കവർ എടുക്കണം സെപ്പറേറ്റ് ആയിട്ട് ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് വേണമെങ്കിൽ. ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുഷ്, അതായത് ആയുർവേദ, യുനാനി, ഹോമിയോ, സിദ്ധ ടൈപ്പാണ്. അതൊക്കെ എല്ലാം അപ് ടു സമ്മർഷോർഡ് കവേർഡ് ആണ്. മെറ്റേണിറ്റി കവറിനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറിൽ കവേർഡ് അല്ല. ടാറ്റ ഏജി മെഡിക്കൽ പ്രീമിയറിലാണെങ്കിൽ കവേർഡ് ആഫ്റ്റർ 4 years ആണ്. അതായത് ഓരോ സമ്മർഷോർഡ് 50,000, 60,000, 1 lakh, 1.2 lakhs വെച്ചിട്ട് കിട്ടും. ആഫ്റ്റർ 4 years ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വണ്ണില് മാറ്റർനിറ്റി കവേർഡ് ഇൻ VIP ആൻഡ് VIP പ്ലസ് എന്ന 2 പ്ലാനുകളിലാണ്. അതായത് വേരിയൻസിലാണ് കവറേജ് ഉള്ളത്. 1 lakh and 2 lakh കിട്ടും. 1 lakh VIP പ്ലാനിലും വേർഷനിലും, VIP പ്ലസിൽ 2 lakh കിട്ടും. നിവാബൂപ്പ റിയേഷൻ 2.0 മാറ്റർനിറ്റി കവേർഡ് അല്ല. സ്റ്റാർ ഹെൽത്തിൽ ആഫ്റ്റർ 2 years 10% ഓഫ് ബേസിക് സമ്മർഷോർഡ് കവേർഡ് ആണ്. കെയർ ഹെൽത്തിൽ നോട്ട് കവേർഡ് ആണ് സുപ്രീമിൽ. അതുപോലെ കൺസ്യൂമബിൾസ് ഓൾമോസ്റ്റ് എല്ലാ HDFC എർഗോയിൽ ഇൻബിൽറ്റ് ആണ്. അതായത് നമ്മുടെ മാസ്ക് പോലെ, PPE കിറ്റ് പോലെ, അങ്ങനെ എല്ലാ ഐറ്റംസും കൺസ്യൂമബിൾസ് ആയിട്ടുള്ള എല്ലാ ഐറ്റം ഇൻബിൽറ്റ് ആണ്. ടാറ്റ ഏജിലും മെഡിക്കൽ പ്രീമിയറിലും ഇൻബിൽറ്റ് ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വണ്ണിൽ ഇൻബിൽറ്റ് ആണ്. നിവാബൂപ്പ റിയേഷൻ 2.0 നമ്മൾ ഒരു സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറഞ്ഞ റൈഡർ അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ കെയർ ഹെൽത്തിലാണെങ്കിൽ 68 നോൺ പേബിൾ ഐറ്റംസ് കവർ കിട്ടും. ആഡ് ഓൺ എടുക്കണം. വെൽനസ് പ്രോഗ്രാം ആണ് HDFC എർഗോയിൽ അവൈലബിൾ അല്ല. വെൽനസ് പ്രോഗ്രാം, അതായത് നമ്മൾ എന്തെങ്കിലും നടക്കുക, ജിമ്മിൽ പോകുക, അങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് വെൽനസ് പ്രോഗ്രാം. HDFC എർഗോയിൽ അവൈലബിൾ അല്ല. ടാറ്റ ഏജി മെഡിക്കൽ പ്രീമിയറിൽ പോയിന്റ്സ് ഏൺ ചെയ്യും, എന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാം. ആദ്യത്തെ ആക്റ്റീവ് വണ്ണിൽ നമുക്ക് 100% പ്രീമിയം നമുക്ക് അടുത്ത കൊല്ലം നമുക്ക് റീംബേഴ്സ് നമുക്ക് റിന്യൂ ചെയ്യുമ്പോൾ 0 rupees അടയ്ക്കാനുള്ള, അതായത് 100% റിട്ടേൺ ഓഫ് പ്രീമിയം ഉണ്ട്. നിവാബൂപ്പ റിയേഷൻ 2.0 30% വരെ. സ്റ്റാർ ഹെൽത്ത്, സ്റ്റാർ അഷ്യൂറിൽ 20% വരെയും. കെയർ ഹെൽത്തിൽ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ 30% വരെയും ഡിസ്കൗണ്ട് കിട്ടും. ഇനിയുള്ളത് ഏറ്റവും താഴത്തുള്ളത് ഡിഡക്റ്റബിൾ ആണ്. ഡിഡക്റ്റബിൾ ഓപ്ഷൻ 3 പ്ലാനിലാണുള്ളത്. HDFC എർഗോയിൽ ഡിഡക്റ്റബിൾ ഉണ്ട്. 25,000 to 5 lakh ഇപ്പോൾ അവൈലബിൾ ആണ്. 25,000, 50,000, 1 lakh, 2 lakh, 3 lakh, 5 lakh അവൈലബിൾ ആണ് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറിൽ. നിവാബൂപ്പ റിയഷൂറിൽ 20,000, 30,000 and 50,000 ആണ് അവൈലബിൾ. സ്റ്റാർ ഹെൽത്ത് അഷ്യൂറിൽ 50,000 and 1 lakh ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതുവരെ നമ്മൾ ജനറൽ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഓരോ പ്ലാനിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും, അത് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ HDFC ERGO Optima Secureൻ്റെ ഒരു ഫീച്ചറാണ് സെക്യൂർ ബെനിഫിറ്റ്. അതായത് നമ്മൾ 10 lakhs പോളിസി, ഫോർ എക്സാമ്പിൾ 10 lakhs പോളിസി എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2x ബെനിഫിറ്റ് 20 lakhs സം അഷ്യൂർഡ് ആയിട്ട് അത് ഡേ 1 തൊട്ട് തന്നെ നമുക്ക് കവറേജ് കിട്ടും. ആ ഒരു ബെനിഫിറ്റ് അതിലുണ്ട് HDFC ERGO Optima Secureൽ. ടാറ്റ AG മെഡിക്കെയർ പ്രീമിയറിൽ ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക് കവേർഡ് ആണ്. അതായത് സാധാരണ ടെസ്റ്റ് പ്ലാനുകളിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കവേർഡ് അല്ല, ഇതിൽ ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കവേർഡ് ആണ്. ഗ്ലോബൽ കവർ അവൈലബിൾ ആണ് ടാറ്റ AG മെഡിക്കെയർ പ്രീമിയറിൽ. OPD ആൻഡ് ഡെന്റൽ OPD കവർ ഉണ്ട് വെയിറ്റിംഗ് പീരീഡിന് ശേഷം. കമ്പാഷണറ്റ് ട്രാവൽ 20,000 to 50,000 അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഹോം ടൗൺ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഒരു രോഗി അഡ്മിറ്റ് ആയാൽ ബൈസ്റ്റാൻഡർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ട എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് കമ്പാഷണറ്റ് ട്രാവൽ. ഹിയറിംഗ് എയ്ഡ് മാക്സിമം അപ് ടു 10,000 റീഇംബേഴ്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡെയിലി ക്യാഷ് ഫോർ ഷെയർഡ് അക്കോമഡേഷൻ 0.25% ഓഫ് സം അഷ്യൂർഡ് ആണ്. അതായത് നമുക്ക് സാധാരണ സിംഗിൾ പ്രൈവറ്റ് AC റൂം നമുക്ക് എടുക്കാം, പക്ഷെ അതിന് പകരം നമ്മൾ വാർഡ് ഷെയർ റൂമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തിനും 0.25% സം അഷ്യൂർഡ് ടോട്ടൽ നമുക്ക് കിട്ടും പ്ലാനിൽ നിന്ന്. ഡെയിലി ക്യാഷ് ഫോർ പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ 10 ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ 1% സം അഷ്യൂർഡ് നമുക്ക് ഡിസ്ചാർജ് സമയത്ത് കിട്ടും. ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ആദ്യത്തെ ബിർള ആക്റ്റീവ് വണ്ണിൽ ക്രോണിക് കെയർ ഡേ 1 തൊട്ട് 7 അസുഖങ്ങൾക്ക് ക്രോണിക് കെയർ ഡേ 1 തൊട്ട് കവറേജ് ആണ്. അതിൽ ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് ഉണ്ട്. അതുകൂടാതെ COPD ഡേ 1 തൊട്ട് കവേർഡ് ആണ്. ഹൈപ്പർ ലിപ്പിഡീമിയ ഡേ 1 തൊട്ട് കവേർഡ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ് ഡേ 1 തൊട്ട് കവറേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ആക്റ്റീവ് വണ്ണിൽ. പിന്നെ റിഡക്ഷൻ വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. നമുക്ക് എക്സ്ട്രാ പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഡ്യൂറബിൾ എക്യുപ്മെന്റ്സ് കവർ ഇതിൽ അവൈലബിൾ ആണ്. കമ്പാഷണൽ ട്രാവൽ ഇതിലും അവൈലബിൾ ആണ് 50,000. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഹോം ടൗൺ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് അസുഖബാധിതനാണെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ട കമ്പാഷണൽ ട്രാവൽ 50,000 രൂപ വരെ അവൈലബിൾ ആണ്. HIV, AIDS ആൻഡ് മെൻ്റൽ ഇൽനെസ് ഈ പ്ലാനിൽ കവേർഡ് ആണ്. ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഈ പ്ലാനിൽ, അതായത് BMI എബോവ് 39.9 ആൻഡ് എബോവ് 40 ആണെങ്കിൽ ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് ശേഷമാണ് അത് കിട്ടുക. ഇനി നിവാബൂപ്പ റിയേഷൻ 2.0 ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി പ്ലാറ്റിനം ആൻഡ് ടൈറ്റാനിയം ഓപ്ഷൻസിലുണ്ട്. അതായത് നമുക്ക് എപ്പോഴാണോ എത്ര വയസ്സിലാണോ നമ്മൾ പ്രീമിയം പ്ലാൻ എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 30 ഇയേഴ്സിൽ ഒരാൾക്ക് എടുക്കുന്നു, ആൾക്ക് പിന്നെ 45 വയസ്സ് വരെ ആൾക്കോ ആളുടെ ഫാമിലിക്കോ ഹോസ്പിറ്റലൈസേഷൻ വന്നില്ലെങ്കിൽ പ്രീമിയം വിൽ ബി ഓഫ് ദ 30, അതായത് 30 വയസ്സുള്ള ആളുടെ ആ പ്രീമിയത്തിലായിരിക്കും അത് പോകുന്നത്. അങ്ങനെയാണ്, അതാണ് ലോക്ക് ദ ക്ലോക്ക്. ബൂസ്റ്റർ പ്ലസ് ഓപ്ഷൻ ഒന്ന് ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അതായത് 10 times വരെ ഇതിനെ നമുക്ക് ബോണസ് നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് 10 lakhs പോളിസി എടുത്താൽ നമുക്ക് 1 കോടി വരെ ഓപ്ഷൻ അതിൻ്റെ സം അഷ്യൂർഡ് ആക്കാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ റിയഷ്വർ ഫോർ എവർ, വൺസ് റിയഷ്വർ എന്നുള്ള ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിയഷ്വർ ട്രിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് പിന്നെ റിയഷ്വർ ഉണ്ടാവും. അൺലിമിറ്റഡ് റിയഷ്വർ ആണ് അതിൻ്റെ ഒരു ഫീച്ചറാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്യൂറിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ IVF ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ 2 years അവൈലബിൾ ആണ്. സബ്ലിമിറ്റ് 1 lakh to 4 lakh സബ്ലിമിറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റീപാട്രിയേഷൻ ഓഫ് മോർട്ടൽ റിമെയിൻസിന് 15,000 rupees അവൈലബിൾ ആണ്. കമ്പാഷനേറ്റ് ട്രാവൽ ഈ പ്ലാനിലും അവൈലബിൾ ആണ്. പിന്നെ യൂട്രോ ഫീറ്റൽ സർജറി അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ് ഇൻ വാല്യൂഡ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ മാക്സിമം അപ് ടു 5,000 per year എന്നുള്ള ഒരു ഓപ്ഷനും ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. കെയർ ഹെൽത്ത് സുപ്രീമിൽ ഇതിൽ നമുക്ക് ഇൻസ്റ്റന്റ് കവർ ഫോർ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ആസ്മ, ഹൈപ്പർ ലിപ്പിഡീമിയ ഇതിൽ അവൈലബിൾ ആണ്. PD വെയിറ്റിംഗ് പീരീഡ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6x, അതായത് 10 ലക്ഷം രൂപയുടെ പ്ലാൻ 60 ലക്ഷം ആക്കാനുള്ള 6x ആക്കാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള 6 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ കമ്പാരിറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം വീഡിയോ. അതുപോലെ തന്നെ ഇതിൽ ഏത് പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾ ഇതിൽ ഏത് പ്ലാൻ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇനി ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാരാമീറ്റർ വെച്ചിട്ടാണ് വരിക. ഇതിലിപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വെച്ചിട്ടാണെങ്കിൽ HDFC, ടാറ്റ, ആദിത്യ ബിർളയ്ക്കാണ് ലീഡിൽ നിൽക്കുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിവാബൂപ്പയാണ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കിയാൽ സ്റ്റാറും കെയർ ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും നീഡിനനുസരിച്ചുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒന്നും കൂടി ഇതിൽ ഈ 6 എണ്ണത്തിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.